പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിയുടെ വധത്തിന് പിന്നാലെ താൽക്കാലിക പിൻഗാമിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. അയത്തുള്ള അറാഫിക്കാണ് ഇടക്കാല ചുമതല. ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 111 പ്രാബല്യത്തിൽ കൊണ്ടുവന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്യത്തെ പരമോന്നത നേതാവിന്റെ സ്ഥാനത്ത് അപ്രതീക്ഷിത ഒഴിവുണ്ടാകുമ്പോൾ താൽക്കാലികമായി 3 അംഗ കൗൺസിൽ ഭരണ ചുമതലകൾ ഏറ്റെടുക്കണമെന്നാണ് ഇറാൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 നിർദ്ദേശിക്കുന്നത്. സ്ഥിരം നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഈ കൗൺസിൽ രാജ്യത്തിന്റെ പരമാധികാര ചുമതലകൾ നിർവഹിക്കും. ഇടക്കാല കൗൺസിൽ രൂപീകരണം ഭരണഘടനാ പ്രകാരം നിലവിൽ പ്രസിഡന്റ്, നീതിന്യായ വകുപ്പ് മേധാവി, ഗാർഡിയൻ കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മതപണ്ഡിതൻ എന്നിവരാണ് ഈ കൗൺസിലിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ഗാർഡിയൻ കൗൺസിലിന്റെ പ്രതിനിധിയായാണ് അയത്തുള്ള അലിറേസ അറാഫിയെ നിയമിച്ചതോടെ അദ്ദേഹം ഇറാനിലെ ഏറ്റവും ശക്തനായ 3 നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുന്നത്. ആരാണ് അയത്തുള്ള അലിറോസ അറാഫി? 1959 അയത്തുള്ള അറാഫി ജനിച്ചത്. 67കാരനായ അറാഫി ഇറാനിലെ മതസ്ഥാപനങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ്. രാജ്യത്തെ ഇസ്ലാമിക സെമിനാരി സംവിധാനത്തിന്റെ ഡയറക്ടർ, ഗാർഡിയൻ കൗൺസിലിലെ അംഗം, 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പെർട്ടേഴ്സിലെ അംഗം എന്നിങ്ങനെ 3 നിർണായക പദവികൾ ഒരേ സമയം വഹിച്ചിരുന്ന വ്യക്തിയാണ് അയത്തുള്ള അറാഫി. അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ള അറാഫി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആശയങ്ങൾ ലോകവ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പല വേദികളിൽ നേരത്തെ സംസാരിച്ചിരുന്നു. എന്നാൽ അറാഫിയും മറ്റ് 2 ഇടക്കാല നേതാക്കളും ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമാണ്. രാജ്യത്തിന്റെ ഭരണവും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള യുദ്ധ നടപടികളും നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ അസംബ്ലി ഓഫ് എക്സ്പെർട്ടൈസ് രഹസ്യ ചർച്ചകൾ നടത്തി സ്ഥിരം പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇറാന്റെ ഭാവി രാഷ്ട്രീയ ദിശയെ നിർണ്ണയിക്കുന്ന നിർണായക തീരുമാനമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അസംബ്ലി കൈക്കൊള്ളുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയി അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം രാജ്യത്ത് ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഒന്നിലേക്ക് കടന്നിരിക്കുകയാണ് ഇറാൻ. താൽക്കാലിക പിൻഗാമിയായി അയത്തുള്ള അലിറേസ അറാഫിയെ നിയമിച്ചുവെങ്കിലും വമ്പൻ തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. പ്രാദേശിക സംഘർഷങ്ങളും ആഭ്യന്തര അനിശ്ചിതത്വവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഭരണഘടനാപരമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള വസതിയിലുണ്ടായ ആക്രമണത്തിലാണ് ഖമനേയി ശനിയാഴ്ച പുലർച്ചെ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകൾ, മരുമകൻ, മറ്റൊരു മരുമകൾ, കൊച്ചുമകൻ എന്നിവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ടെഹ്റാൻ ഉൾപ്പെടെ ഇറാനിലെ വിവിധ നഗരങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഏകോപതി വ്യോമാക്രമണത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടതായും കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഖമനേയിയുടെ മരണത്തോടെ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഭരണഘടനാ സംവിധാനത്തിലേക്കാണ് രാജ്യത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നത്.